ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ. സാധാരണ ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബേസ് ബാൻഡ് സിഗ്നൽ. ബേസ് ബാൻഡ് സിഗ്നൽ എന്ന് വെച്ചാൽ നമ്മളെ ഇൻഫർമേഷൻ സിഗ്നൽ ആണ്. ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യും. ഒരു കമ്മ്യൂണിക്കേഷൻ ചാനൽ വഴിയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അതാണ് ഒരു കമ്മ്യൂണിക്കേഷന്റെ ബേസ് എന്ന് പറയുന്നത്. ആ കമ്മ്യൂണിക്കേഷൻ ചാനൽ എന്ന് പറഞ്ഞാൽ എന്ത് വേണമെങ്കിലും ആവാം. നമ്മൾ സാധാരണ ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ റേഡിയോ വേവ്സോ അങ്ങനെയൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ഈസ് എയർ. ചാനൽ ഈസ് അവർ എയർ. നമ്മൾ കേബിൾ വഴിയാണെങ്കിൽ കേബിൾ, ഒപ്റ്റിക്കൽ ഫൈബർ വഴിയാണെങ്കിൽ ആ ഒപ്റ്റിക്കൽ ഫൈബർ വിൽ ബി അവർ ചാനൽ. നമ്മൾ ഉദ്ദേശം എന്ന് വെച്ചാൽ ബേസ് സിഗ്നൽ. ബേസ് സിഗ്നൽ എന്ന് വെച്ചാൽ ബേസ് ബാൻഡ് സിഗ്നൽ മീൻസ് അവർ ഇൻഫർമേഷൻ സിഗ്നൽ. നമ്മൾ എന്താണോ ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ സിഗ്നലിനാണ് എന്ത് പറയുന്നത്? ബേസ് ബാൻഡ് സിഗ്നൽ എന്ന് പറയുന്നത്. അപ്പോ അങ്ങനെ ഒരു ബേസ് ബാൻഡ് സിഗ്നലിന്റെ ഒരു ചാനൽ വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. ഇൻഫർമേഷൻ തിയറി എന്ന് വെച്ചാൽ ഈ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ കുറച്ച് മാത്തമാറ്റിക്കൽ മോഡലിംഗ് ആൻഡ് അനാലിസിസ് ചെയ്യും. കുറച്ച് മാത്തമാറ്റിക്സ്, അതായത് കുറച്ച് കാൽക്കുലേഷൻസ് അല്ലെങ്കിൽ കുറച്ച് ഇക്വേഷൻസ് ഒക്കെ വെച്ച് എന്ത് ചെയ്യും? ഈ വരുന്ന ബേസ് ബാൻഡ് സിഗ്നലിൽ കുറച്ച് മാനിപ്പുലേഷൻസ് നടത്തും. എന്ത്? മാത്തമാറ്റിക്കൽ മോഡലിംഗ് അല്ലെങ്കിൽ ഇക്വേഷൻസ് ഉപയോഗിച്ച്. എന്തിനാണ് നടത്തുന്നതെന്ന് ചോദിച്ചാൽ രണ്ടൂന്ന് കാര്യങ്ങളുണ്ട്. ആദ്യത്തത്, ഇതിൽ നമ്മൾ സോഴ്സിൽ ഈ കോഡിംഗ് നടത്തും. കോഡിംഗ്, ഈ മാത്തമാറ്റിക്കൽ മോഡലിംഗ് എന്ന് ഉദ്ദേശിച്ചാൽ ആക്ച്വലി വി ആർ ഡൂയിങ് സം കോഡിംഗ് ടെക്നിക്സ് ആണ്. അപ്പൊ ഇതാണ് ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന്റെ ഡയഗ്രാം. കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന്റെ ഫണ്ടമെന്റൽ മോഡൽ എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ ഇവിടെ ഇൻഫർമേഷൻ തിയറി ആൻഡ് കോഡിങ്ങിന്റെ റോൾ എന്തെന്ന് വെച്ചാൽ ഈ സോഴ്സ് എന്ന് വരുന്നത് അവിടെ ഒരു സോഴ്സ് എൻകോഡിംഗ് നടത്തും. അത് കഴിഞ്ഞ് ചാനൽ എൻകോഡിംഗ് നടത്തും. എന്നിട്ടാണ് നമ്മൾ മോഡുലേറ്റ് ചെയ്ത് അയക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടെ എന്തിനാണ് സോഴ്സ് എൻകോഡിംഗ് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ, ഫോർ എക്സാമ്പിൾ നമുക്ക് സോഴ്സ് എൻകോഡിങ്ങിന്റെ ഉപയോഗം എന്ന് വെച്ചാൽ എഫിഷ്യന്റ് ട്രാൻസ്മിഷൻ ആയിരിക്കും. എഫിഷ്യന്റ് ട്രാൻസ്മിഷൻ എന്ന് വെച്ചാൽ നമ്മൾ മാക്സിമം ഉപയോഗിക്കുന്ന ബിറ്റ്സിന്റെ എണ്ണം കുറയ്ക്കാൻ നോക്കും. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് പറയാം, സിപ്പ് ഫയലായിട്ടൊക്കെ അയക്കുമെന്ന് പറയത്തില്ലേ, അതൊക്കെ ആക്ച്വലി സോഴ്സ് കോഡിംഗ് ആണ് നടക്കുന്നത്. അപ്പൊ സോഴ്സ് കോഡിങ്ങിന്റെ ഉപയോഗം എന്തെന്ന് ചോദിച്ചാൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ബിറ്റ്സിന്റെ എണ്ണം കുറയ്ക്കുക, അല്ലെങ്കിൽ ചാനൽ വഴി നമുക്ക് വേറൊരു രീതി പറയാം, എഫിഷ്യന്റ് ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുക. എഫിഷ്യന്റ് ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ബിറ്റ്സിന്റെ എണ്ണം കുറയ്ക്കാൻ പറ്റും. പക്ഷെ നമുക്ക് ഓൾറെഡി അവൈലബിൾ ഇത്ര സാധനമായിരിക്കും. അപ്പൊ എത്ര ബിറ്റ്സ് കുറയ്ക്കുന്നോ അത്രയും സ്പീഡിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഒരു ചാനൽ വഴി ഒരു 100 ബിറ്റ്സ് ഓഫ് ഡേറ്റ അയക്കാന്ന് വെക്കുക. നമ്മൾ ഓരോ ഇൻഫർമേഷനും ബിറ്റിന്റെ എണ്ണം കുറയ്ക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഒരുപാട് ഇൻഫർമേഷൻ, ആ 100 ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് പാസ് ചെയ്യാം. അപ്പൊ ഇൻഫർമേഷന്റെ റേറ്റ് ഒക്കെ കൂട്ടാം, അല്ലെ? സ്പീഡും ബാക്കി കാര്യങ്ങളും ഒക്കെ കൂട്ടാൻ സാധിക്കും. അപ്പോ ഇതാണ് ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. ഇൻഫർമേഷൻ തിയറി ആൻഡ് കോഡിങ്ങിന്റെ ബേസിക് ഐഡിയ എന്ന് വെച്ചാൽ മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് ആണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. ഫിസിക്കലായിട്ട് നമ്മൾ ഒന്നും ചെയ്യുന്നില്ല. സം മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് വി ആർ ഗിവിംഗ്. മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് രണ്ടെണ്ണത്തിൽ കൊടുക്കുന്നു. ഒന്ന് സോഴ്സ് എൻകോഡിംഗ് എന്ന് പറയുന്നത്. സോഴ്സ് എൻകോഡിങ്ങിന്റെ ജോലി എന്ന് പറഞ്ഞാൽ മാക്സിമം എഫിഷ്യൻസി കൂട്ടുക എന്നുള്ളതാണ്. എഫിഷ്യൻസി കൂട്ടുകയും ഡേറ്റയുടെ സൈസ് കുറയ്ക്കുകയും ചെയ്യുന്നതൊക്കെയാണ് സോഴ്സ് എൻകോഡിംഗ് കൊണ്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഇൻഫർമേഷൻ തിയറി ആൻഡ് കോഡിങ്ങിൽ എന്താണ് ഈ മോഡ്യൂളിൽ അല്ലെങ്കിൽ ഈ സബ്ജക്റ്റിൽ എന്താണ് നമ്മൾ ഡീൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ സോഴ്സ് എൻകോഡ് ചെയ്യുന്ന പല ടെക്നിക്കുകളും, എന്നിട്ട് ആ എൻകോഡ് ചെയ്യുമ്പോൾ എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്ത് എഫിഷ്യൻസി ഇംപ്രൂവ്മെന്റ് ഉണ്ടാവുന്നത് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും. സോഴ്സ് എൻകോഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിഫറെന്റ് ടെക്നിക്സും നമ്മൾ ഡീൽ ചെയ്യുന്നതായിരിക്കും. അതാണ് ഫസ്റ്റ് സോഴ്സ് എൻകോഡിങ്ങിന് സംഭവിക്കുന്നത്. രണ്ടാമത് ചാനൽ എൻകോഡിങ്ങിന്റെ ഉപയോഗം എന്ന് വെച്ചാൽ, ചാനൽ എൻകോഡിങ്ങിന്റെ അൾട്ടിമേറ്റ് എയിം എന്ന് വെച്ചാൽ നമ്മളൊരു ചാനലിൽ കൂടെ പോകുമ്പോൾ നോയ്സ് ഇന്റർഫിയർ ചെയ്യും. നോയ്സ് ഇന്റർഫിയർ ചെയ്യുമ്പോൾ എറേഴ്സ് ഒക്കെ സംഭവിക്കും. ഈ എറേഴ്സിനെ ഒഴിവാക്കാൻ നമുക്ക് പറ്റത്തില്ല, കാരണം നോയ്സ് വരും. നോയ്സ് വന്നാൽ സ്വാഭാവികമായിട്ടും അവിടെ എറേഴ്സ് ഉണ്ടാകും. വരുന്ന നോയ്സിനനുസരിച്ചായിരിക്കും എറർ എത്രത്തോളം ഉണ്ടാകും എന്ന് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ എറർ ഉണ്ടാകുന്ന എററിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് ആയിരിക്കും ഇവിടെ കൊടുക്കുന്നത് ചാനൽ കോഡിംഗ്. ചാനൽ കോഡിങ്ങിന്റെ ജോലി എന്ന് പറഞ്ഞത് എറർ ഉണ്ടായാൽ അത് ഡിറ്റക്ട് ചെയ്യുകയും
ആ ഉണ്ടായ എററിനെ കറക്റ്റ് ചെയ്യുകയാണ് എന്ത് ചെയ്യുന്നത്, ചാനൽ എൻകോഡിങ് അല്ലെങ്കിൽ ചാനൽ കോഡിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോഴ്സ് കോഡിംഗ് നമ്മൾ ഡിസ്കസ് ചെയ്തു. എഫിഷ്യന്റ് ആയി ട്രാൻസ്മിറ്റ് ചെയ്യണം, സൈസ് കുറയ്ക്കണം. ആ ജോലി സോഴ്സ് എൻകോഡർ നോക്കിക്കോളും. ചാനൽ എൻകോഡറിന്റെ ജോലി എറർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചറിയുക, ഇനി എറർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുക. ഈ രണ്ട് ജോലിയാണ് എന്തിന്റെ ജോലി എന്ന് പറയുന്നത്, ചാനൽ എൻകോഡിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ ITC മെയിൻ ആയിട്ട് ഈ രണ്ട് പാർട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ്, സോഴ്സ് എൻകോഡ് ചെയ്യുക, ചാനൽ എൻകോഡ് ചെയ്യുക. ഞാൻ ഇവിടെ എൻകോഡിംഗ് എന്ന് പറയുന്നെങ്കിൽ ആക്ച്വലി സോഴ്സ് കോഡിങ്ങും ചാനൽ കോഡിങ്ങുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് എൻകോഡ് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ പഠിക്കും. എൻകോഡ് ചെയ്താൽ പോരല്ലോ, എൻകോഡ് ചെയ്ത് വിടുന്ന സാധനം തിരിച്ച് പഴയ ഫോമിലാക്കണമെങ്കിൽ എവിടെയൊക്കെ എന്തൊക്കെ എൻകോഡ് ചെയ്തു അതൊക്കെ ഡീകോഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോ സോഴ്സ് കോഡിങ്ങിന്റെ ജോലി എന്ന് വെച്ചാൽ സോഴ്സ് എൻകോഡും ചെയ്യണം, തിരിച്ച് റിസീവർ പാർട്ടിൽ അത് ഡീകോഡും ചെയ്യണം. ചാനൽ കോഡിങ്ങിന്റെ ജോലി എന്ന് വെച്ചാൽ ചാനൽ എൻകോഡ് ചെയ്യണം, എവിടെയാണ് ട്രാൻസ്മിറ്ററിന്റെ, അതേപോലെ ചാനൽ ഡീകോഡ് ചെയ്യണം, എവിടെയാണ് റിസീവർ. ബാക്കി അടുത്ത പാർട്ടായ മോഡുലേറ്റർ നമ്മൾ ഓൾറെഡി ഡിജിറ്റലിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അതേ ഉദ്ദേശം തന്നെയാണ്. ചാനൽ എൻകോഡ് ചെയ്ത് കിട്ടുന്ന ബിറ്റ്സ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സ്യൂട്ടബിൾ ഫോമിലോട്ടാക്കി മാറ്റുക, അല്ലെങ്കിൽ ഹൈ ഫ്രീക്വൻസി ആയിട്ട് മാറ്റുക. ഡിഫറെന്റ് മോഡുലേഷൻ ടെക്നിക്സ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ അത് ആക്ച്വലി നമ്മളെ ഈ സബ്ജക്റ്റിൽ വരുന്നില്ല, ഔട്ട് ഓഫ് അവർ സ്കീമാണ്. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ടോ ഡിഫറെന്റ് മോഡുലേറ്റേഴ്സ്, ഓരോ ഹൈ ഫ്രീക്വൻസി കരിയറുമായിട്ട് മിക്സ് ചെയ്യുന്നു, എന്തിനു വേണ്ടിയാണെന്നുള്ളതൊക്കെ പഠിച്ചു അല്ലേ. ഹൈ ഫ്രീക്വൻസി ആകുമ്പോൾ ലോങ് ഡിസ്റ്റൻസ് കിട്ടും, ആന്റിനയുടെ സൈസ് കുറയ്ക്കാൻ, അങ്ങനെ ഒരുപാട് നമ്മൾ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അത് നമ്മളെ സബ്ജക്റ്റിൽ വരുന്നതല്ല. അപ്പൊ നമ്മൾ ഇവിടെ മെയിൻലി ഫോക്കസിങ് ഓൺ സോഴ്സ് കോഡിംഗ് ആൻഡ് ചാനൽ കോഡിംഗ് ആണ്. ഈ ഇൻഫർമേഷൻ തിയറി ആൻഡ് കോഡിംഗ് മൊത്തത്തിൽ അതിലാണ് ഡീൽ ചെയ്യുന്നത്. റിസീവർ, ഇനി ഒരു കാര്യം കൂടെ ഓർക്കുക, ട്രാൻസ്മിറ്റ് ചെയ്യുന്നു, റിസീവറിനെ റിസീവ് ചെയ്യുന്നു. അപ്പോൾ റിസീവർ എപ്പോഴും, റിസീവറിന് അറിയാം ഇന്ന മെസ്സേജസ് ആണ് റിസീവ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പ്രീ ഡിഫൈൻഡ് എന്ന് പറയുന്നത്. അതായത് ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന്റെ ജോലി എന്ന് വെച്ചാൽ ഒരു ട്രാൻസ്മിറ്റർ എന്ന് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സർട്ടൺ മെസ്സേജസ് റിസീവ് ചെയ്യുക എന്നുള്ളതാണ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഒരു സ്ഥലത്ത് നിന്ന് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു, അടുത്ത സ്ഥലത്ത് അത് റിസീവ് ചെയ്യും. ഇവിടെ പ്രീ ഡിഫൈൻഡ് മെസ്സേജ് ആണ് റിസീവറിലെന്ന് പറയും. കാരണം വേറെ ഒന്നുമല്ല, റിസീവറിന് അറിയാം ഏതൊക്കെ മെസ്സേജസ് വരുമെന്നുള്ളത്. അതായത് ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാം, ഒരു ട്രാൻസ്മിറ്റർ ഉണ്ടെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് റിസീവർ ആയിരിക്കും നമ്മളെ കയ്യിലുള്ളത്. ഇപ്പോഴും ആ ഒരു പ്രശ്നം വരുന്നില്ലെങ്കിൽ പോലും നമുക്ക് മൊബൈലിൽ പണ്ട് നമുക്കറിയാം ചില മെസ്സേജസ് വരുമ്പോൾ വെറുതെ 0000 എന്നുള്ള രീതിയിൽ കാണിക്കും. കാരണം ആ റിസീവറിന് ആ വന്ന മെസ്സേജ് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. പഴയ ഫോണിലൊക്കെ അങ്ങനെ കാണിക്കുമായിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് റിസീവറിന് പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള മെസ്സേജസ് ആണ് അറിയാക്കുന്നത്. അതായത് റിസീവറിന് ഇത്ര മെസ്സേജ് വന്നാലേ അറിയാക്കും. അല്ല റിസീവർ ഇതുവരെ അറിഞ്ഞുപോലും കൂടാത്തൊരു മെസ്സേജ് റിസീവറിലോട്ട് വന്നാൽ അതൊരു എറർ മെസ്സേജ് ആയിട്ടായിരിക്കും കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ കാണിച്ചതിന്റെ സോഴ്സ് എൻകോഡറിന്റെ ജോലി എന്താണ്? ഒരു സോഴ്സ് എന്ന് വരുന്നു, ആ സോഴ്സ് എന്ന് വരുന്ന സാധനത്തിനെ ബിറ്റ്സ് ആക്കി മാറ്റുക എന്നുള്ളതാണ് സോഴ്സ് എൻകോഡറിന്റെ ജോലി. ഇവിടെ ബിറ്റ്സ് ആക്കി മാറ്റുമ്പോൾ തന്നെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, സോഴ്സ് എൻകോഡറിന് ഒരു ജോലിയും കൂടെ ഉണ്ട്, എന്താണ്? എഫിഷ്യന്റ് ട്രാൻസ്മിഷൻ ആണ്. അപ്പൊ ബിറ്റ്സ് ആക്കി മാറ്റുക എന്ന് കൂടാതെ എഫിഷ്യന്റ് ആയിട്ട്, അതായത് ബിറ്റ്സ് ആക്കി മാറ്റുമ്പോൾ തന്നെ ആ ബിറ്റ്സിൽ എത്രത്തോളം എണ്ണം കുറയ്ക്കാൻ പറ്റും ആ ഒരു രീതിയിൽ എഫിഷ്യന്റ് ആയിട്ടായിരിക്കും അത് കോഡ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഇപ്പൊ നമ്മൾ ഒരെണ്ണം സംസാരിക്കുന്നത് എന്ന് വെച്ചാൽ വോയിസ് ആണ് അല്ലെ, അതൊരു ഫ്രീക്വൻസിയാണ്, ഓഡിയോ ഫ്രീക്വൻസിയാണ്. നമ്മൾ സംസാരിക്കുന്ന ഓഡിയോ ഫ്രീക്വൻസിയും എന്താക്കി മാറ്റിയിട്ടാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? സോഴ്സ് എൻകോഡർ എന്താക്കി മാറ്റും? ബിറ്റ്സ് ആക്കി മാറ്റും. ബിറ്റ്സ് ആക്കുമ്പോൾ എഫിഷ്യൻസി കൂട്ടുന്ന രീതിയിലായിരിക്കും കോഡ് ചെയ്ത് മാറ്റുന്നത്. അല്ല ചുമ്മാ എല്ലാം ഒരേ രീതിയിലായിരിക്കത്തില്ല അയക്കുന്നത്. ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻ ഡീറ്റെയിലോട്ട് പോകും. ഇനി ചാനൽ എൻകോഡിങ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എറർ കറക്ഷൻ ആൻഡ് ഡിറ്റക്ഷൻ ആണ്. അതുകൊണ്ട് അവർ എന്ത് ചെയ്യും? എക്സ്ട്രാ കുറച്ച് ബിറ്റ്സ് ആഡ് ചെയ്യുക, റിഡൻഡന്റ് ബിറ്റ്സ് എന്ന് പറയും. അത് ആഡ് ചെയ്തിട്ടായിരിക്കും ചാനൽ വഴി ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഈ റിഡൻഡന്റ് ബിറ്റ്സിന്റെ ഉപയോഗം എന്തെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ എറേഴ്സ് ഉണ്ടെങ്കിൽ അതിനെ റെഡ്യൂസ് ചെയ്ത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് എന്ത് ഉപയോഗിക്കുന്നത്? റിഡൻഡന്റ് ബിറ്റ്സ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോ ഇതാണ് ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. അപ്പൊ സോഴ്സ് എന്ന് വന്നു, ബിറ്റ്സ് ആക്കി മാറ്റും വിത്ത് മാക്സിമം എഫിഷ്യൻസി.
ചാനൽ എൻകോഡറിൽ റിഡൻഡന്റ് ബിറ്റ്സ് ആഡ് ചെയ്യും. റിഡൻഡന്റ് ബിറ്റ്സ് ഇതിനാണ് എറർ കറക്ഷൻ ആൻഡ് ഡിറ്റക്ഷൻ ആണ്. ഹൈ ഫ്രീക്വൻസി ആയിട്ടുള്ള കരിയറുമായിട്ട് മിക്സ് ചെയ്ത് ട്രാൻസ്മിറ്റ് ചെയ്യും. ചാനലിന് ഈ പോണ വഴിക്ക് ചാനലിന്റെ നോയ്സുമായിട്ടൊക്കെ ഇന്റർഫിയർ ചെയ്യും. പക്ഷെ അതൊക്കെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സാധനങ്ങൾ നമ്മൾ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. എന്താണ്? ചാനൽ എൻകോഡിംഗ് വഴി. തിരിച്ച് ഡീമോഡുലേറ്ററിന്റെ ജോലി എന്ന് വെച്ചാൽ ഹൈ ഫ്രീക്വൻസി ആയിട്ടുള്ള ആ കരിയറിനെ റിമൂവ് ചെയ്യും. ചാനൽ ഡീകോഡറിലോട്ട് എന്ത് ചെയ്യും? ഈ ചാനൽ എൻകോഡറിൽ എന്ത് ചെയ്തു അതിന്റെ റിവേഴ്സ് പ്രോസസ് ആയിരിക്കും ചാനൽ ഡീകോഡറിലോട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് എന്ത് ചെയ്യും? സോഴ്സ് ഡീകോഡറിൽ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ സോഴ്സ് എൻകോഡറിൽ എന്ത് ചെയ്തു? കുറെ ബിറ്റ്സ് എഫിഷ്യന്റ് ആയിട്ടൊക്കെ ബിറ്റ്സ് ആക്കി മാറ്റിയില്ലേ? അപ്പോൾ സോഴ്സ് എൻകോഡർ എന്ത് ചെയ്യും? ഇപ്പൊ നമ്മള് സോഴ്സ് എന്ന് പറയുന്ന ഒരു വോയിസ് ആയിരുന്നെങ്കിൽ ആ വോയിസിനെ ബിറ്റ്സ് ആക്കി മാറ്റുകയായിരുന്നു സോഴ്സ് എൻകോഡറിന്റെ ജോലി. അപ്പോൾ സോഴ്സ് ഡീകോഡറിന്റെ ജോലി എന്താണ്? ആ വന്നിട്ടുള്ള ബിറ്റ്സിനെ തിരിച്ച് വോയിസ് ആക്കി മാറ്റുക. നമ്മൾ ആ വോയിസിന്റെ രീതിയിലാണ് പറയുന്നതെങ്കിൽ ഇത് നമ്മളെ മൈക്കായിരിക്കും, ഇതെന്തായിരിക്കും? ഇത് നമ്മളെ റേഡിയോയോ സ്പീക്കറോ വല്ലതൊക്കെ ആയിരിക്കും. അതുവഴിയായിരിക്കും നമ്മൾ ആ സൗണ്ട് തിരിച്ച് എന്ത് ചെയ്യുന്നത്, തിരിച്ച് നമുക്ക് കിട്ടുന്നത്, റീക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യമാണ് ഫണ്ടമെന്റൽ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ. അപ്പൊ അതിൽ ആദ്യം ഇൻറ്റ്യൂട്ടീവ് പോയിന്റ് ഓഫ് വ്യൂ. ഇൻറ്റ്യൂട്ടീവ് പോയിന്റ് ഓഫ് വ്യൂ എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നമ്മൾ ആലോചിക്കുമ്പോൾ ലോജിക്കലി ആലോചിച്ചാൽ, ഓക്കെ, ഒരു ലോജിക് രീതിയിൽ നമ്മൾ ഇൻഫർമേഷനെ കുറിച്ച് ആദ്യം ഒരു ലോജിക് രീതിയിൽ പറയുന്നത്. നമ്മളൊരു സാമാന്യ ഒരു ബോധത്തോടുകൂടി ചിന്തിക്കുമ്പോൾ മനസ്സിലാവുന്ന കാര്യം, അതാണ് ഇൻറ്റ്യൂട്ടീവ് പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം പറയുന്നു, ഇത് ഇൻഫർമേഷന്റെ റിലേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് കേട്ടോ. രണ്ട് രീതിയിലാണ്. ഫസ്റ്റ് ഞാൻ ഒരു കാര്യം പറയുന്നു, ദി സൺ വിൽ റൈസ്. സൂര്യൻ ഉദിക്കും, അല്ലെങ്കിൽ ഇന്ന് ഞാൻ രാത്രിയാവും പറയാണ്, നാളെ രാവിലെ ആവും കേട്ടോ. അപ്പൊ എന്തു പറയും? നിങ്ങൾ പറയും സാറിന് എന്തോ കാര്യമായ കുഴപ്പം സംഭവിച്ചിട്ടുണ്ട്. കാരണം നാളെ രാവിലെ ആവും എന്നുള്ള കാര്യം എന്താണ്? എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അപ്പൊ നാളെ രാവിലെ ആവുമെന്ന് ഞാൻ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ആക്ച്വലി അതിന്റെ പ്രോബിലിറ്റി എന്താണ്? 1 ആണ്. എന്തായാലും ആവും. 100% റിസൾട്ട് ഉള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. സൺ വിൽ റൈസ്. അപ്പൊ നിങ്ങളെ തിരിച്ച് പ്രതികരണം എന്തായിരുന്നു? എന്താണ് സാർ ഇങ്ങനെ പറയുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സാറിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നേ ചിന്തിക്കൂ. അതിലൊരു ഇൻഫർമേഷനും ഇല്ല. ഞാൻ നാളെ രാവിലെ ആവുമെന്ന് പറഞ്ഞാലും ഇല്ലെങ്കിൽ നാളെ രാവിലെ ആവുമെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ പ്രോബബിലിറ്റി 100% ഉറപ്പുള്ള, അല്ലെങ്കിൽ പ്രോബബിലിറ്റി 1 ആയിട്ടുള്ള ഒരു ഈവന്റിന് ഇൻഫർമേഷൻ ഒന്നും ഇല്ല. അതാണ് അതിന്റെ അർത്ഥം. പ്രോബബിലിറ്റി 100, കാരണം പിറ്റേന്ന് രാവിലെ ആവും എന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ പ്രോബബിലിറ്റി 1 ഉള്ള ഒരു ഈവന്റിന് ഇൻഫർമേഷൻ ഇല്ല എന്ന് തന്നെയാണ് അവിടെ അറിയാവുന്നത്. രണ്ടാമത് ഞാൻ പറയുന്നത്, ഇന്ന് ചിലപ്പോൾ മഴ പെയ്യും. അപ്പൊ പറയാം, മഴ പെയ്യുമല്ലേ, ഒരു ചെറിയ ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്, ശരിയല്ല, മഴ പെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് നിങ്ങൾ കുറച്ചുകൂടെ സാറ് പറഞ്ഞത് കുറച്ച് കാര്യമുണ്ട്, മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്നാ തോന്നുന്നു. അപ്പോ പ്രോബബിലിറ്റി മഴ പെയ്യാൻ സീസൺ അനുസരിച്ച് പ്രോബബിലിറ്റി മാറും. ഇങ്ങനെ നമുക്ക് പ്രോബബിലിറ്റി ഇപ്പം പകുതിയാണെങ്കിൽ ഇന്ന് ചിലപ്പോൾ മഴ പെയ്യും. ശരിയാ. അപ്പൊ ഞാൻ പകുതി പ്രോബബിലിറ്റി ഉള്ള ഒരു കാര്യം പറഞ്ഞപ്പോൾ അതിന് നിങ്ങൾ കുറച്ച് ഇൻഫർമേഷൻ കിട്ടും. ഓ ശരിയാണ്, സാർ പറഞ്ഞത് ശരിയാണ്, മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. ഇനി പെട്ടെന്ന് അടുത്ത പറയാൻ പോണി, ഇന്ന് ഒരു സുനാമി വരാൻ പോവാണ്. അങ്ങനെ ഒരു ന്യൂസ് കേട്ട് നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞായിരുന്നെങ്കിൽ, ഈ സുനാമി വീണ്ടും വരികയാണോ സാറേ? ഈ കൊറോണയുടെ ഇടയിൽ വീണ്ടും സുനാമിയും കൂടെ കയറി വരികയാണോ? അപ്പൊ അതിന് ഭയങ്കര ഇൻഫർമേഷൻ ആണ്. പക്ഷെ അതിന്റെ പ്രോബബിലിറ്റി വളരെ കുറവാണ്. സുനാമി അങ്ങനെ സ്ഥിരം വരുന്ന കാര്യമൊന്നുമല്ല, വല്ലപ്പോഴും ഒന്നല്ല. സത്യം പറഞ്ഞാൽ നമ്മള് അങ്ങനെ കേട്ടിട്ടില്ല, ഇടയ്ക്കൊന്ന് കേട്ടിട്ടേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ഇനി അടുത്ത വല്ല സുനാമി വരുമെന്ന് വെച്ചാൽ അറിഞ്ഞൂടാ. അപ്പൊ പ്രോബബിലിറ്റി വളരെ വളരെ കുറവാണ്. പക്ഷെ അതിന് ഇൻഫർമേഷൻ വളരെ കൂടുതലാണ്. അപ്പോ ആ ഇൻറ്റ്യൂട്ടീവ് പോയിന്റ് ഓഫ് വ്യൂ എന്ന് വെച്ചാൽ നമ്മളൊരു ബോധ മനസ്സിൽ തന്നെ നമുക്കറിയാം, പ്രോബബിലിറ്റി കുറഞ്ഞ സാധനത്തിനാണ് എന്തുള്ളത്, ഇൻഫർമേഷൻ വളരെ കൂടുതലുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞു സൺ വിൽ റൈസ്, അല്ലെങ്കിൽ നാളെ രാവിലെ ആവും, പ്രോബബിലിറ്റി ഉറപ്പാണ്, 100% ഉണ്ട്. ഒരു ഇൻഫർമേഷനും ഇല്ല, ഞാൻ അത് പറയേണ്ട കാര്യമില്ല, അല്ലാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം. റെയിൻ ഏതാണ്ട് പകുതി പ്രോബബിലിറ്റി ഉള്ളത്, അതിന് കുറച്ച് ഇൻഫർമേഷൻ. സുനാമി വരുന്നു, പ്രോബബിലിറ്റി വളരെ വളരെ കുറവാണ്. അപ്പൊ അതിന് ഭയങ്കര ഇൻഫർമേഷൻ ഉണ്ട്. ആണോ, എപ്പോഴാണ് സുനാമി വരുന്നത്? ഇന്നാണോ സാറേ? എങ്ങനെ അറിഞ്ഞു? എവിടെ നിന്ന് അറിഞ്ഞു? പത്രത്തിൽ ഉണ്ടായിരുന്നോ എന്നൊക്കെ. അപ്പൊ അതിന് കൂടുതൽ ആകാംക്ഷയുണ്ട്, അല്ലെങ്കിൽ അതിന് കൂടുതൽ ഇൻഫർമേഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ആ ഇൻറ്റ്യൂട്ടീവ് പോയിന്റ് ഓഫ് വ്യൂ നിന്ന് ഒരു കാര്യം ഉറപ്പിക്കാം, പ്രോബബിലിറ്റിയും ഇൻഫർമേഷനും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. ഓക്കെ, അതാണ് ഫസ്റ്റ് ഇൻഫർമേഷനെ കുറിച്ചുള്ള നമ്മളെ ഇൻറ്റ്യൂട്ടീവ് പോയിന്റ്. രണ്ടാമത്തെ എഞ്ചിനീയറിംഗ് പോയിന്റ്. അപ്പൊ നമ്മൾ എഞ്ചിനീയേഴ്സ് ചിന്തിക്കേണ്ടതാണ്. എഞ്ചിനീയറിംഗ് പോയിന്റ് ഓഫ് വ്യൂവിലാകുമ്പോൾ
നമ്മൾ ആലോചിക്കുക. ഇപ്പോ നമ്മൾ മെസ്സേജ് ഒക്കെ ടൈപ്പ് ചെയ്യും. നമ്മൾ സാധാരണ മെസ്സേജസ് ഒക്കെ ടൈപ്പ് ചെയ്യുമ്പോൾ ഫ്രീക്വന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ലെറ്റേഴ്സ് ഉണ്ട്. ഫ്രീക്വന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന മെസ്സേജസ് എ ടി ഇ അങ്ങനെ ഓ അങ്ങനെയൊക്കെ ഉള്ള മെസ്സേജസ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യും. നമ്മൾ തന്നെ ഹായ് അങ്ങനെ എല്ലാം അയക്കുമ്പോൾ അതിൽ ഇപ്പൊ എച്ച് എ ഹായ്, അല്ലെങ്കിൽ നമ്മൾ ഒരാളെ പേര് പറയുമ്പോൾ അതിൽ പിന്നെ വേറെ എന്തെങ്കിലും മെസ്സേജ് എന്ന് പറഞ്ഞ് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ എം ഇ വരുന്നുണ്ട്, എസ് എസ് എ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഈ പറഞ്ഞിട്ടുള്ള കൂടുതൽ മിക്ക ലെറ്റേഴ്സ് മിക്ക വാക്കുകളിലും എന്താണ് ഫ്രീക്വന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് ലെറ്റേഴ്സ് ഉണ്ട്. എ ഉണ്ട്, ടി ഉണ്ട്, ഇ ഉണ്ട്, ഒ ഉണ്ട്. പക്ഷെ നമ്മൾ വളരെ കുറച്ച് മാത്രം യൂസ് ചെയ്യുന്ന ഒരുപാട് അക്ഷരങ്ങളുണ്ട്. എന്താണ് ക്യൂ, ഇസഡ്, എക്സ്. അപ്പൊ അങ്ങനെയുള്ളതെല്ലാം നമ്മൾ എന്താണ് വല്ലപ്പോഴും ഒക്കെ മാത്രം യൂസ് ചെയ്യുന്ന ലെറ്റേഴ്സ് ആണ്. ഓക്കെ, അപ്പോ ഈ എഞ്ചിനീയറിംഗ് പോയിന്റ് ഓഫ് വ്യൂവില് ഷോർട്ടർ കോഡ്, അപ്പൊ നമ്മൾ വല്ലപ്പോഴും ഉപയോഗിക്കുന്ന ക്യൂ, ഇസഡ് പോലുള്ള അക്ഷരങ്ങൾക്ക് നമ്മൾ വലിയ ലോങ്ങർ കോഡ് കൊടുക്കും. ഷോർട്ടർ കോഡ് എന്ന് വെച്ചാൽ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന എക്ക്, ടിക്ക്, ഇക്കൊക്കെ എന്ത് ചെയ്യും, ഷോർട്ടർ കോഡ് കൊടുക്കും. അതെന്താണെന്ന് ഞാൻ ഒന്നുകൂടെ ക്ലിയർ ചെയ്യാം. ഇപ്പൊ എനിക്ക് ട്രാൻസ്മിറ്റ് ചെയ്യണം, ഞാൻ ഒരു മെസ്സേജ് ട്രാൻസ്മിറ്റ് ചെയ്യണം. ഓക്കെ, എനിക്ക് ഒന്നുകിൽ നമുക്കൊരു ഒന്നുകിൽ എല്ലാത്തിനും ഒരേപോലെ കൊടുക്കാം. എക്ക് ഒരു 4 ബിറ്റ് കൊണ്ടാണ് ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത് വെക്കുക. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകും കേട്ടോ, ഇപ്പൊ ഒരു ഐഡിയ കിട്ടിയാൽ മതി. അപ്പോൾ നമുക്ക് എക്ക് സാധാരണ എല്ലാത്തിനും ഒരേ പ്രോബിലിറ്റി എന്താണ്, എ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു മെസ്സേജ് ഉണ്ട്. അപ്പോൾ എ എന്നുള്ള അക്ഷരത്തിന് ഞാൻ 4 ബിറ്റാണ് ഉപയോഗിക്കുന്നത്, 0001 ഉപയോഗിച്ചെന്ന് വെക്കുക. അതേപോലെ ഇ എന്നുള്ളതിന് 0100. ഇസഡിനും അതേ പ്രോബിലിറ്റി കൊടുക്കുന്നു വെക്കുക, 1001. അതേപോലെ ക്യൂവിനും അതേപോലത്തെ ഒരു പ്രോബിലിറ്റി കൊടുക്കുന്നു വെച്ചാൽ 1110. അപ്പൊ ഇങ്ങനെ നമുക്ക് ഒരേ കോഡ് കൊടുത്ത് വേണമെങ്കിൽ അയക്കാം. എല്ലാത്തിനും ഒരേ കോഡ് കൊടുത്ത് അയക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ എയും ഇയും ടിയും ഓയും പോലുള്ള അക്ഷരങ്ങൾ സ്ഥിരം ഉപയോഗിക്കുകയാണ്. പക്ഷെ നമ്മൾ വല്ലപ്പോഴും ഉപയോഗിക്കുന്ന ഇസഡ്, അപ്പൊ എല്ലാത്തിനും ഒരേ കോഡ് തന്നെ. അപ്പൊ നമ്മൾ ഒരു 10 തവണ ഉപയോഗിക്കുമ്പോൾ 10x4 നമ്മൾ ഒരു മെസ്സേജ്, നമ്മളിപ്പോ ഒരു കുറെ മെസ്സേജ് അയക്കുന്നു, ഒരു 50 ലെറ്റർ അയച്ചപ്പോ അതില് ജസ്റ്റ് അസ്യൂം ചെയ്ത് പറയണം ഒരു 40 വരും. കാരണം അതാണല്ലോ കൂടുതൽ ഫ്രീക്വന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് വെക്കുക. അസംഷൻ ആണ് കേട്ടോ, അത്രയും വരുമെന്നല്ല. അപ്പോ 40x4 160 കോഡ് ഉപയോഗിച്ച്, അല്ലെങ്കിൽ 160 ബിറ്റ്സ് ഉപയോഗിച്ചാണ് ട്രാൻസ്മിറ്റ് ചെയ്തത്. ഓക്കെ, ഏത് നമ്മൾ എല്ലാത്തിനും ഒരേ കോഡ് കൊടുക്കുന്നത്. പക്ഷെ ലോങ്ങർ കോഡ് ഇപ്പൊ ഇസഡ് ഇതിന്റെ ഇടയിൽ വല്ലപ്പോഴും ഈ 40 വന്നു, 40 വന്നു, 3 വന്നു, അവസാനം ഇസഡ് ചിലപ്പോ 1 വന്നില്ലെങ്കിൽ വന്നില്ല. അപ്പൊ നമ്മൾ 50 വേർഡ് അയക്കുമ്പോ എന്ത് സംഭവിക്കും, 50 വേർഡ് അയക്കുമ്പോ എല്ലാം 4 ബിറ്റാണെന്ന് ചുമ്മാ അസ്യൂം ചെയ്യുക. അപ്പൊ 50x4 എത്രയാണ്, 200 കോഡ് ഉപയോഗിച്ചാണ് നമ്മൾ ആ 50 വേർഡ്സ് അയച്ചത്. 200 ബിറ്റ്സ് ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്തത്, 50 വേർഡ്സ് അയച്ചത്. ഇനി നേരെ മറിച്ച് എഞ്ചിനീയറിംഗ് പോയിന്റ് അല്ലെങ്കിൽ നമ്മളൊരു ലോജിക് ഉപയോഗിച്ച് കൂടുതൽ എയും ഇയും ടി ഒക്കെ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട്. എയും ഇയും ടി ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിന്റെ കൂടുതൽ ഉപയോഗിക്കുന്ന സാധനത്തിന് കുറച്ച് കോഡ് കൊടുക്കുകയും വല്ലപ്പോഴും ഉപയോഗിക്കുന്ന ഇസഡിനൊക്കെ കുറച്ച് ലോങ്ങർ കോഡ് കൊടുക്കുക. അത് നമ്മൾ ലോജിക്കലി എഞ്ചിനീയറിംഗ് പോയിന്റ് ഓഫ് വ്യൂവിൽ എഞ്ചിനീയേഴ്സ് ചിന്തിച്ചെന്ന് വയ്ക്കുക. ഓക്കെ, അപ്പോ ഞാൻ എക്ക് വെറും 1 കൊണ്ട് ഒരൊറ്റ ഇത് എ എന്ന് വെച്ചാൽ 0, എ എന്ന് പറഞ്ഞാൽ 0 ബിറ്റ്, എക്ക് വരെ നമ്മൾ 0 എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യുന്നത് തീരുമാനിക്കുക. നേരത്തെ സെയിം എക്സാമ്പിൾ ഇസഡിന്, അപ്പോ എക്ക് 0 ആകുമ്പോൾ ഇസഡിന് ഒരു വലിയ നീളമുള്ള കോഡ് കൊടുക്കേണ്ടി വരും. പക്ഷെ ഇസഡിന് ഒരു 10 ബിറ്റും വേണമെന്ന് വെക്കുക, ഇസഡിന് ഒരു 10 ബിറ്റും വേണമെന്ന് വെക്കുക. ഓക്കെ, അപ്പോ നമ്മൾ നേരത്തെ പോലെ 40 ആണ്, 50 വേർഡ്സ് അയച്ചാല് 40 എന്തായിരുന്നു, എ ആയിരുന്നു വെക്കുക. എന്ത് സംഭവിക്കും, 40 ഗുണം 0 എന്ന് പറഞ്ഞാൽ ഒറ്റ ബിറ്റ്, 40 ബിറ്റേ അവിടെ വന്നോളൂ. 40 അയക്കാൻ 40 ബിറ്റേ വേണ്ടി വന്നുള്ളൂ. പിന്നെ ഇയും ഒക്കെ വന്ന് ഒരു 45 അല്ലെങ്കിൽ 47, 48, 49 വന്നു. അവസാനം ഇസഡിന് മാത്രം, നേരത്തെ ഇസഡിന് 4 ആയിരുന്നു, ഇപ്പൊ ഇസഡിന് മാത്രം ഒരു 12 ബിറ്റ് അല്ലെങ്കിൽ 10 ബിറ്റ് ഉണ്ടെന്ന് വയ്ക്കുക. എങ്കിൽ പോലും
നമുക്കൊരു 60-65 ബിറ്റിനകം എല്ലാ 50 വേർഡ്സും ട്രാൻസ്മിറ്റ് ചെയ്യാൻ സാധിച്ചു. എന്ത് ചെയ്തപ്പോഴാണ്? ഫ്രീക്വന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന സാധനത്തിന് ഷോർട്ടർ കോഡ് കൊടുത്തപ്പോൾ നമുക്ക് 50 അല്ലെങ്കിൽ ഒരു 60 ബിറ്റ് കൊണ്ട് 50 വേർഡ്സ് അയക്കാൻ സാധിച്ചു. പക്ഷെ എല്ലാ കോഡ്സ്, അതായത് എല്ലാ ആൽഫബറ്റിനും ഒരേ കോഡ് കൊടുത്തപ്പോൾ നേരത്തെ 200 ബിറ്റ്സ് വേണ്ടി വന്നു 50 വാക്ക് അയക്കാൻ വേണ്ടി, 50 വേർഡ്സ് അയക്കാൻ വേണ്ടി. അപ്പൊ അതാണ് എഞ്ചിനീയറിംഗ് പോയിന്റ് ഓഫ് വ്യൂവിലെ വ്യത്യാസം. അപ്പോ ഫ്രീക്വന്റ്ലി യൂസ് ചെയ്യുന്നു എന്ന് വെച്ചാൽ പ്രോബിലിറ്റി കൂടിയ വേർഡ്സ് ആണ്. അപ്പൊ ആ കൺസെപ്റ്റ് മനസ്സിലാക്കുക. ഷോർട്ടർ, അപ്പോ നോക്കുക, ഷോർട്ടർ കോഡ്സ് ഏതിനാണ് കൊടുത്തിരിക്കുന്നത്? നമ്മൾ ഫ്രീക്വന്റ്ലി യൂസ് ചെയ്യുന്ന വേർഡ്സിനാണ്. ഫ്രീക്വന്റ്ലി യൂസ് ചെയ്യുന്ന വേർഡ്സ് എന്ന് വെച്ചാൽ അത് ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള പ്രോബിലിറ്റി എന്താണ്? കൂടുതലാണ്. ഓക്കെ, അത്രേ ഉള്ളൂ, കൺസെപ്റ്റ് അത്രേ ഉള്ളൂ. ഞാൻ അത് മനസ്സിലാക്കാനാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. അപ്പോൾ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്ന വേർഡ്സ് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ പ്രോബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പൊ പ്രോബിലിറ്റി കൂടിയ സാധനത്തിന് എന്ത് ചെയ്തു? ഷോർട്ടർ കോഡ്സ് അല്ലെങ്കിൽ ഷോർട്ടർ എന്ത് കൊടുത്തു? കോഡ്സ് കൊടുത്തു. അതായത് ബിറ്റ്സിന്റെ എണ്ണം കുറവാണ്. ദാറ്റ് മീൻസ് ഇൻഫർമേഷൻ ബിറ്റ്സ് കുറച്ചാണ് കൊടുത്തത്. വല്ലപ്പോഴും ഉപയോഗിക്കുന്ന സാധനത്തിന് നമ്മൾ എന്ത് കൊടുത്തു? ലോങ്ങർ കോഡ് കൊടുത്തു, അല്ലെങ്കിൽ ഇൻഫർമേഷൻ ബിറ്റ്സ് ലോങ്ങർ ബിറ്റ്സ് കൊടുത്തു, അല്ലെങ്കിൽ ഇൻഫർമേഷൻ ബിറ്റ്സ് എത്ര കൊടുത്തു? കൂടുതൽ കൊടുത്തു. അപ്പൊ ഇന്നൂടെ പറയാം, പ്രോബിലിറ്റി കൂടിയ സാധനത്തിന് ലെസ് ഇൻഫർമേഷനും പ്രോബിലിറ്റി കുറഞ്ഞ സാധനത്തിന് മോർ ഇൻഫർമേഷനും ആണ് ഉള്ളതെന്ന് മനസ്സിലായി. രണ്ട് വ്യൂ നോക്കിയപ്പോൾ ദാറ്റ് മീൻസ് നമുക്ക് സമ്മറൈസ് ചെയ്യാം. ഇൻഫർമേഷൻ ഐ എന്ന് പറഞ്ഞ ഇൻഫർമേഷൻ ആണ്. ഐ ഓഫ് എ സിമ്പിൾ എസ് കെ എന്ന് വെച്ചാൽ ഒരു സിമ്പിൾ എസ് കെ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രോബിലിറ്റി ഓഫ് ദാറ്റ് സിമ്പിൾ. അതായത് ഒരു സിമ്പിൾ അല്ലെങ്കിൽ ഒരു ഈവന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക. ഒരു ഈവന്റ് ഒക്കർ ചെയ്യാനുള്ള പ്രോബിലിറ്റിക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും ആ ഈവന്റിലുള്ള ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ആ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി ഒരു കോൺസ്റ്റന്റ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ആ കോൺസ്റ്റന്റ് ഇവിടെ ലോഗരിതമാണ് യൂസ് ചെയ്യുന്നത്. സോ ഐ ഓഫ് എസ് കെ ഇസ് ഈക്വൽ ടു ലോഗ് 1/pk. ഇതാണ് ജനറൽ ഇക്വേഷൻ ഓഫ് ഇൻഫർമേഷൻ. അപ്പൊ ഇൻഫർമേഷൻ ഈസ് ഈക്വൽ ടു ലോഗ് 1/pk ആണ്. ഇത് നമ്മൾ ബൈനറിയുടെ കേസാണ് നമ്മൾ കൂടുതലും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ലോഗ് ടു ദി ബേസ് 2 ആയിരിക്കും വരുന്നത്. ബൈനറിയുടെ കേസ് വരുമ്പോൾ ലോഗ് ടു ദി ബേസ് 2 ആണ് കൺസിഡർ ചെയ്യുന്നത്.